ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പവർ ഇസ് ഡിഫൈൻഡ് ആസ്, പവറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ എന്താണ് ഇതിനകത്ത് നോക്കാം. ഓപ്ഷൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, പിന്നെ അടുത്ത് എന്താണ് കിലോ വാട്ട് അവർ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ദ കപ്പാസിറ്റി ടു ഡൂയിങ് വർക്ക്. സോ അതിനകത്ത് നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോർക്കിനെയാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എന്താണ് എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. പിന്നെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, പിന്നെ എന്താണ് കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പോൾ ഇത് രണ്ടാമത്താണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ഏതാണ് വരുന്നത്? പവർ ഇസ് ഡിഫൈൻഡ് ആസ്. സോ പവർ എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എന്താണ് പവർ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണോ അതിനെയാണ് എന്ത് പറയുന്നത് പവർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓംസ് ലോ ഡസ് നോട്ട് അപ്ലൈ ടു. ഓംസ് ലോ ഡസ് നോട്ട് അപ്ലൈസ് ടു. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് V ഈക്വൽ I ഇൻറ്റു R ആണ് നമ്മളുടെ ഓംസ് ലോ. ഈ ഓംസ് ലോ എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോണിക് വാൾവ്, AC സർക്യൂട്ട്സ്. അപ്പോൾ എന്താണ് കണ്ടക്ടറിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ അല്ല. നെക്സ്റ്റ് ഇൻസുലേറ്റേഴ്സിലും എഗെയിൻ എന്താണ് നമുക്ക് ഓംസ് ലോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ഇൻസുലേറ്റേഴ്സ് അല്ല. AC സർക്യൂട്ട്സിൽ എന്താണ് നമുക്ക് ഓംസ് ലോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാം. സോ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് വാൾവ്സ് ആണ് എന്ത് നമ്മളുടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. സോ ഇലക്ട്രോണിക് വാൾവ്സ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓംസ് ലോ ഡസ് നോട്ട് അപ്ലൈ ടു. ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഇലക്ട്രോണിക് വാൾവിലാണ് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ഡിസ്ചാർജ്ഡ് ബാറ്ററി. അതായത് ഡിസ്ചാർജ്ഡ് ബാറ്ററി. അപ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ബാറ്ററിക്ക് ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് തന്നെ ഉണ്ടാവും ഒരു സ്മോൾ റെസിസ്റ്റൻസ് E ഉണ്ടാവും, ഇന്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ബാറ്ററിയെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് എ ഡിസ്ചാർജ്ഡ് ബാറ്ററി, അതായത് ഡിസ്ചാർജ് ചെയ്ത ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര വരും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്ചാർജ്ഡ് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഹൈ ഇൻ നേച്ചർ. അപ്പോൾ ഡിസ്ചാർജ്ഡ് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് അല്ല, ലോ അല്ല, റിമെയിൻസ് സെയിം അല്ല. ഡിസ്ചാർജ്ഡ് ബാറ്ററി ആകുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് അതിനെ ബിൽഡ് ചെയ്ത് വരും. ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണ് വെരി ഹൈ ആയിരിക്കും. പിന്നീട് അതിനകത്ത് നിന്നും നമ്മുടെ ബാറ്ററി നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഹൈ ഇൻ നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഓപ്ഷൻ ആംപിയർ എന്ന് പറയുന്നത് എന്താണ് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ അല്ല. കൂളോംബ് ആണ്. പിന്നെ കൂളോംബ് എന്ന് പറയുമ്പോൾ എന്താണ് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോംബ്. സോ ഓപ്ഷൻ ബി അല്ല. ഫാരഡ് എന്ന് പറയുമ്പോൾ എന്താണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. അപ്പോൾ അതല്ല. അപ്പോൾ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ് വെബർ ആണ്. എന്ത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is used to absorb moisture from entering the transformer? Again ട്രാൻസ്ഫോമറിനകത്ത് മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിനകത്ത് എന്താണ് നമ്മളുടെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, അതായത് അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയർ, അതായത് അതിനകത്ത് എൻ്റർ ചെയ്യുന്ന എയറിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിനാണെന്ന് ബ്രീത്തർ എന്ന് പറയും. അപ്പോൾ ബ്രീത്തറിനകത്താണ് എന്ത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നത് ഇവിടെ ട്രാൻസ്ഫോമറിനകത്ത്. അപ്പോൾ ഈ ബ്രീത്തറിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണോ അതാണ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിലിക്ക ജെല്ലാണ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക ജെല്ലാണ് എയറിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സിലിക്ക ജെല്ലിൻ്റെ പ്രത്യേകത അത് ഇനീഷ്യലി എന്താണ് ബ്ലൂ കളർ ആയിരിക്കും. അത് ചേഞ്ച് ചെയ്തിട്ട് എന്താണ് പർപ്പിൾ ആൻഡ് ദെൻ ചേഞ്ച് ടു പിങ്ക് കളറായിട്ട് മാറും. എന്ത് എയർ അബ്സോർബ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ബ്രീത്തർ ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള മെറ്റീരിയൽ സിലിക്ക ജെല്ലാണ്. കളർ ബ്ലൂ ടു പർപ്പിൾ ടു പിങ്ക് ആണ് ചേഞ്ച്. അപ്പോൾ ഇതിനകത്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് യൂസ്ഡ് ടു അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയർ
entering the transformer. അപ്പോൾ എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ല, സിലിക്ക സാൻഡ് അല്ല, ബെൽറ്റ് പാഡ് അല്ല, എന്താണ്? സിലിക്ക ജെറ്റ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രീത്തറിനകത്ത് എയറിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലിയർ?